തിരുവിതാംകൂർ രാജാക്കന്മാർ നാട് ഭരിച്ചിരുന്ന കാലം. അക്കാലത്ത് ക്ഷേത്ര നിർമ്മാണത്തിനും ക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങൾക്കും സൈനിക ആവശ്യങ്ങൾക്കുമായി ആനകളെ വ്യാപകമായി ഉപയോഗിച്ചിരുന്നു. ഇതിനായി കാട്ടിൽ നിന്നും ആനകളെ പിടിച്ച് മെരുക്കിയെടുക്കുക പതിവായിരുന്നു. ഇത്തരത്തിൽ 1810 പത്തനംതിട്ടയിലെ കോന്നിയിൽ ഒരു ആന പരിശീലന കേന്ദ്രം സ്ഥാപിക്കപ്പെട്ടു. ഇതാണ് ഇപ്പോൾ വനം വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന കോന്നി ആന പരിപാലന കേന്ദ്രം. ഏകദേശം 9 ഏക്കറിലായി വ്യാപിച്ചു കിടക്കുന്ന ഈ സംരംഭം ഇന്ന് കോന്നി ഈക്കോ ടൂറിസം പ്രോജക്റ്റ് എന്നാണ് അറിയപ്പെടുന്നത്. കാട്ടിൽ നിന്നും പിടിച്ചുകൊണ്ടുവരുന്ന ആനകളെ താപ്പാനകളെ ഉപയോഗിച്ച് പരിശീലിപ്പിക്കുന്ന ഒരു കേന്ദ്രമാണിത്. മുൻപൊക്കെ കാട്ടാനകളെ പിടിച്ചിരുന്നുവെങ്കിലും 1977 ആനപിടുത്തം അവസാനിപ്പിച്ചു. വളരെ പ്രത്യേകതകളുള്ള ആനക്കൂട് ആണ് ഇവിടത്തെ ഒരു പ്രധാന ആകർഷണം. 1942 ഈ ആനക്കൂട് സ്ഥാപിക്കപ്പെട്ടത്. 6 ആനകൾക്ക് പരിശീലനം നൽകുവാനുള്ള ശേഷിയുണ്ട് ഈ ആനക്കൂടിന്. കോന്നിയിൽ കൊച്ചയ്യപ്പൻ, പത്മനാഭൻ, ബാലകൃഷ്ണൻ, രഞ്ജി, സോമൻ എന്നീ ആനകളാണ് ഇവിടെ നിന്നും പരിശീലനം നേടിയ പ്രധാനപ്പെട്ട താപ്പാനകൾ. കമ്പകം എന്ന തടിയാണ് ആനക്കൂട് നിർമ്മിക്കാൻ ഉപയോഗിച്ചിരുന്നത്. കോന്നി ആന പരിശീലന കേന്ദ്രത്തിൽ നിലവിൽ 6 ആനകളുണ്ട്. പ്രിയദർശിനി, മീന, ഇവ, കൃഷ്ണ, നീലകണ്ഠൻ, കൊച്ചയ്യപ്പൻ എന്നിവയാണവ. ആനക്കൂടിനോടനുബന്ധിച്ച് ഒരു ആന മ്യൂസിയവും ഓഡിയോ വിഷ്വൽ റൂമും സ്ഥാപിച്ചിട്ടുണ്ട്. ആനക്കൂട്ടത്തിൽ നിന്ന് വേർപിരിയുന്നതോ മുറിവേറ്റതോ കാട്ടിൽ അലഞ്ഞു തിരിയുന്നതോ ആയ ആനക്കുട്ടികളെ ഇവിടെയുള്ള പരിശീലകർ പരിശീലിപ്പിക്കുന്നു. രണ്ട് വയസ്സു മാത്രം പ്രായമുള്ള ഏറ്റവും പ്രായം കുറഞ്ഞ അംഗമാണ് കൊച്ചയ്യപ്പൻ. പരിചയസമ്പന്നരായ പരിശീലകർ അവരുടെ ചിട്ടയായ പരിശീലന രീതികൾ ഉപയോഗിച്ച് ആനക്കുട്ടികളെ മെരുക്കുന്നു. ഇന്ത്യയുമായുള്ള സൗഹൃദത്തിന്റെയും സഹകരണത്തിന്റെയും അടയാളമായി റിപ്പബ്ലിക് ഓഫ് പോർച്ചുഗലിനെ 1994 സമ്മാനിച്ച സംയുക്ത എന്ന ആന കോന്നി ആന പരിശീലന കേന്ദ്രത്തിലേതായിരുന്നു.